90കളിലാണ് ലോക ഫുട്ബോളിൻ്റെ തലസ്ഥാനങ്ങളിലൊന്നായ ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തട്ടകത്തിലേക്ക് പ്രതീക്ഷകളുമായി നടന്നു കയറിയ ഒരു ജാപ്പനീസ് യുവാവ്. പേര് ഹാജിമെ മോറിയാസു. പക്ഷെ അവിടെ അവനെ കാത്തിരുന്നത് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നില്ല, പരിഹാസത്തിൻ്റെ മൂർച്ചയേറിയ അമ്പുകളായിരുന്നു. ജപ്പാൻകാർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാമോ? ഈ അഹങ്കാരം നിറഞ്ഞ ചോദ്യം ആ യുവാവിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു. അവർ പരിഹസിച്ചത് ഒരു യുവതാരത്തെ മാത്രമായിരുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ സ്വപ്നങ്ങളെ കൂടിയാണ്. അന്ന് അയാളൊരു തീരുമാനമെടുത്തു. ഒരു ദിവസം ലോകം ജപ്പാനെ ബഹുമാനത്തോടെ നോക്കണം. യൂറോപ്പിലെ ഫുട്ബോൾ കോട്ടകൾക്ക് മുന്നിൽ തലകുനിക്കാതെ നിൽക്കുന്ന ഒരു ശക്തിയായി ജപ്പാൻ മാറണം. ജപ്പാൻ എന്ന പേര് കേൾക്കുമ്പോൾ എതിരാളികളുടെ ഹൃദയമിടിപ്പ് ഉയരണം. ആ സ്വപ്നത്തിനായി അയാൾ കാത്തിരുന്നു, പോരാടി. അവസാനം ചരിത്രം അയാൾക്കായി വാതിൽ തുറന്നു. വർഷം 2017. ജപ്പാൻ ദേശീയ ടീമിൻ്റെ പരിശീലക കസേരയിൽ മോറിയാസു ഇരുന്ന നിമിഷം മുതൽ ചരിത്രം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അതിനുശേഷം ലോകം കണ്ടത് മറ്റൊരു ജപ്പാനെയായിരുന്നു. വേഗതയിൽ മിന്നുന്ന, തന്ത്രങ്ങളിൽ കൂർമ്മതയുള്ള, അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ പോരാടുന്ന, ആരെയും ഭയക്കാത്ത ഒരു ജപ്പാനെ. ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ 2 തവണ മുട്ടുകുത്തിച്ചു. സ്പെയിനിൻ്റെ ടിക്കി ടാക്കയെ നിശബ്ദമാക്കി. ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്ന ആദ്യ ഏഷ്യൻ പരിശീലകൻ എന്ന ചരിത്രം സ്വന്തമാക്കി. ബ്രസീലിനെ പോലും പ്രതിരോധത്തിലാഴ്ത്തി. ലോക ഫുട്ബോളിലെ വമ്പന്മാർ ഓരോരുത്തരും ജപ്പാന്റെ മുന്നിൽ വിയർക്കാൻ തുടങ്ങി. ഒരു പരിശീലകൻ എന്ന നിലയിൽ 103 മത്സരങ്ങളിൽ നിന്ന് 72 വിജയങ്ങൾ. 2019 ശേഷം ഒരൊറ്റ യൂറോപ്യൻ ടീമിന് പോലും ജപ്പാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മോറിയാസുവിൻ്റെ ഏറ്റവും വലിയ വിജയം കിരീടങ്ങളിലോ കണക്കുകളിലോ ആയിരുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ മനോഭാവം മാറ്റിയതിലായിരുന്നു. ഒരു കാലത്ത് ജാപ്പനീസ് താരങ്ങൾക്ക് ഉയരമില്ല, കരുത്തില്ല, യൂറോപ്യൻ ടീമുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല, ഇതൊക്കെയായിരുന്നു ലോകം പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ലോകകപ്പിൽ വിമർശനങ്ങൾക്കുള്ള ആദ്യ മറുപടി വന്നത് വാക്കുകളിലല്ല, ഒരു ഹെഡർ ഗോളിലായിരുന്നു. ഉയരവും കരുത്തും തന്നെയാണ് തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമെന്ന് അഭിമാനിക്കുന്ന നെതർലാൻഡ്സിൻ്റെ ഭീമൻ പ്രതിരോധ നിരക്ക് മുകളിലൂടെ ഉയർന്നുയർന്ന ജപ്പാൻ നേടിയ ആ ഹെഡർ. അത് വെറുമൊരു ഗോൾ മാത്രമായിരുന്നില്ല, വർഷങ്ങളായി ജാപ്പനീസ് ഫുട്ബോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ആക്ഷേപങ്ങളുടെയും നെഞ്ചിലേക്ക് തറച്ച പ്രഖ്യാപനമായിരുന്നു. ജപ്പാൻകാർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാമോ എന്ന് ചോദിച്ച ലോകത്തോട് ഇന്ന് ജപ്പാൻ ചോദിക്കുന്നു, ഞങ്ങളെ തടയാൻ ഇനി നിങ്ങളിൽ ആർക്കാണ് കഴിയുക? അന്ന് പരിഹസിക്കപ്പെട്ട യുവാവ് ഇന്ന് ലോക ഫുട്ബോൾ ബഹുമാനത്തോടെ നോക്കുന്ന തന്ത്രജ്ഞൻ ഹാജിമെ മോറിയാസു. ഇതൊരു പരിശീലകന്റെ കഥ മാത്രമല്ല, അപമാനങ്ങളെ ഇന്ധനമാക്കിയ, പരിഹാസങ്ങളെ പ്രചോദനമാക്കിയ ഒരു മനുഷ്യൻ്റെ കഥ. ഇന്ന് ബ്രസീലിനെ നേരിടുമ്പോൾ ജപ്പാന്റെ ഏറ്റവും വലിയ ധൈര്യവും വെള്ളവരയ്ക്ക് പുറത്തു നിൽക്കുന്ന മോറിയാസുവാണ്. മോറിയാസുവിൻ്റെ തന്ത്രങ്ങൾ ഡീകോഡ് ചെയ്ത് മറുതന്ത്രം ഒരുക്കിയില്ലെങ്കിൽ ബ്രസീൽ പാടുപെടും. വേൾഡ് കപ്പ് ഡെസ്ക് 24.